ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എനിക്ക് എൻ്റെ ബർത്ത്ഡേ ഒക്കെ അടുത്ത് വരുവാണ്. അപ്പം എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാള് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് മേടിക്കാനായിട്ടാണ് പോകുന്നത്. ആൻഡ് ഈ കേക്ക് എന്ന് പറയുന്നത് ഒരു ചെറിയ കേക്കല്ല, ട്രിവാൻഡ്രത്തൊക്കെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള മാത്യൂസ് കേക്ക് ആണ്. അപ്പൊ ആ കേക്ക് മേടിക്കാൻ പോകുന്ന വഴി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ നടു റോഡ് എന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. വെള്ളയമ്പലം മ്യൂസിയം റോഡാണിത്. അപ്പൊ ഇതിലെ പാസ് ചെയ്തപ്പോഴാണ് കണ്ടത് ഇവിടെ KSRTCയുടെ ഒരു മോട്ടോ എക്സ്പോ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഓർത്ത് ഇന്നത്തെ വ്ളോഗ് ആ മോട്ടോ എക്സ്പോ ഒക്കെ കാണിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വിചാരിച്ചു. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ മോട്ടോ എക്സ്പോയിൽ എന്തൊക്കെയാ ഉള്ളത് നമുക്ക് പോയി നോക്കിയിട്ട് മാത്യൂസ് കേക്ക് മേടിക്കാൻ പോവാം. We start to crave, oh, I pray the Lord to free me. I've fallen for a day love that anyway couldn't be. I've been searching for the light that could just open my eyes. നമ്മളിപ്പോൾ കണ്ടത് എൻ്റെ പുറകെ കാണുന്ന ഈ ബസ്സിന്റെ ഒരു ലോഞ്ച് ആണ്. എനിക്കൊരു മന്ത്രി KB ഗണേഷ് കുമാർ ആണ് വണ്ടി ലോഞ്ച് ചെയ്തത്. അപ്പോൾ വണ്ടി ഇതിന്റെ ഫസ്റ്റ് ഓട്ടത്തിന് വേണ്ടി പോയിട്ടുണ്ട്. അപ്പം അതിന് സെയിം മോഡൽ ബസ്സാണ് ഇപ്പം ഈ കിടക്കുന്നത്. ഈ ബസ്സിന്റെ ലോഞ്ചാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു KSRTCയുടെ ഒരു പുതിയ ഇനിഷ്യേറ്റീവ് ആണ്, പുതിയ മോഡൽ ബസ്സുകൾ ഇറക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ എന്തോ ഞാൻ ഒരു റീൽ കണ്ടായിരുന്നു, മോഹൻലാൽ വന്നിട്ട് എന്തോ ഒരു ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. അപ്പം അതും ഇതിന്റെ പാർട്ടായിരുന്നോന്ന് അറിയില്ല. എനിവേ ഇതാണ് പുതിയ ബസ്, AC സീറ്റർ കം സ്ലീപ്പർ. KSRTC പല മോഡൽസ് പലതവണ ഇറക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും എനിക്കൊന്നു KB ഗണേഷ് കുമാർ വന്ന ശേഷമാണ് കുറച്ചുകൂടി ഈ ഗതാഗത വകുപ്പിൽ KSRTCക്ക് കുറച്ചൊരു ബെനിഫിറ്റ്സ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്തായാലും പുതിയ മോഡൽ ബസ് ഇറക്കിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടെന്നുള്ള കുറച്ചുകൂടി കഴിയുമ്പോൾ അറിയാം. Search for the light that could just open my eyes. Oh no, 6th floor right now. Please help me stay. I don't know where's my soul right now. With you, I'd stay with the meds at that time. 6th floor to the ground. Stuck in my head, maybe I just could be flying. When we start to show it, we start to crave. Oh, I pray the Lord to free me. Falling for the love that anyway couldn't be. If you're sure we'll never follow, I'll be still around. 5th floor right now, and I'm still going down. Keep my story songs, my pride and tears. Where's the Lord I believe in? എത്ര വള്ളങ്ങളാണ് മത്സരിക്കുന്നത് അഥവാ എത്ര ടീമുകളാണ് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ മത്സരിക്കുന്നത്? സോ ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന KSRTC എക്സ്പോയുടെ കുറെ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട്. ക്വിസ് നടക്കുന്നുണ്ട്. അവിടെ ആയിട്ട് കുറച്ചിങ്ങനെ ജനറൽ നോളജും ഫണ്ണി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നു, ആൻസർ പറഞ്ഞ ഗിഫ്റ്റ് കൊടുക്കുന്നു. ആൻഡ് ഇവിടെ ആയിട്ട് എനിക്ക് തോന്നുന്നത് എന്തോ ഒഫീഷ്യൽ ഈവന്റ് നടക്കാൻ പോവാണ്. അപ്പോൾ KSRTCക്കാരുടെ മൊത്തത്തിലുള്ള സെലിബ്രേഷൻ ഇവിടെ നടക്കുന്നതെന്ന് തോന്നുന്നു. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സംഭവം അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ചെറിയ ചെറിയ മിനിസ്റ്റേഴ്സിന്റെ ടോയ്സും പിന്നെ മിനിയേച്ചർ KSRTC ബസ്സുകളുടെ സംഭവം അവിടെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം കൊള്ളാം, വലിയ കാര്യമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കാണാം, അല്ലാത്തവർക്ക് വലിയ കണ്ടുപോകാന്നേ ഉള്ളൂ. Start to crave, oh, I pray the Lord to free me. KSRTCയുടെ ഷോ മാത്രമല്ല,
ഇഷ്ടം പോലെ പ്രീമിയം കാറുകളുടെ ഒരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. ഇലക്ട്രിക് കാറുകളായിക്കോട്ടെ, ദെൻ നോൺ ഇലക്ട്രിക് കാറുകളായിക്കോട്ടെ. എനിക്ക് തോന്നുന്നു അപ്പോൾ KSRTC ഇന്നിവിടെ ചെറിയ സംഭവം അല്ല നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. വരുവാണെന്നുണ്ടെങ്കിൽ പ്രീമിയം കാറുകളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ കാണാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും. When we started to shine, we started crave. Oh, I pray the Lord to free me. I've fallen. ശരിക്കും പറഞ്ഞാൽ ഇവിടെ KSRTCയുടെ ട്രാൻസ്പോ ആണ് നടക്കുന്നത് എന്നുണ്ടെങ്കിലും വിന്റേജ് കാറുകൾ തുടങ്ങി ലേറ്റസ്റ്റ് പ്രീമിയം കാറുകൾ വരെ ഇന്നിവിടെ നമുക്ക് ഈ എക്സ്പോയിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഓണമൊക്കെ അടുത്ത് വരുന്ന കാരണം തിരുവനന്തപുരംകാർക്ക് ഓണം എന്ന് പറഞ്ഞാൽ ലൈറ്റ് കാണാൻ പോകുന്നു എന്ന് പറയുന്ന പോലെ ഇത്തവണ ലൈറ്റുകൾക്ക് മുന്നായിട്ട് നമ്മുടെ KSRTC ഒരുക്കിയിട്ടുള്ള ഈ ഒരു വലിയ എക്സ്പോ തന്നെ ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ മിക്കവാറും എൻ്റെ വീഡിയോ വരുന്നതിനും എക്സ്പോ കഴിയുന്നുണ്ടാവും. എന്നാലും നമ്മുടെ കേരള സർക്കാർ എല്ലാ ഓണത്തിനും നമ്മളെ ഒട്ടും എന്താ പറയാ ബോറടിപ്പിക്കാറില്ല. അതുകൊണ്ട് ഇത്തവണയും എന്തെങ്കിലും പുതിയ പുതിയ സംഭവങ്ങൾ വരുന്നുണ്ടാവാം. സോ ഇത്രയും ടൈം പോയിട്ട് നമുക്കിനി കേക്ക് മേടിക്കാൻ പോകണം. ഇനി ലേറ്റ് ആവുന്നില്ല. അപ്പൊ നമുക്ക് കേക്ക് മേടിക്കാൻ പോകാം. അപ്പോൾ നമ്മൾ മാത്യൂസ് കേക്കിൻ്റെ കേക്ക് കിട്ടുന്ന സ്ഥലത്ത് എത്തിരിക്കുകയാണ്. ഇതാണ് കേക്ക് ചെയ്യുന്ന ആളുടെ വീട്ടിൽ നിന്നാണ് നമ്മൾ കേക്ക് മേടിക്കുന്നത് കേട്ടോ. ഇതൊരു വീടാണ്, ബേക്കറി ഒന്നുമല്ല. അപ്പോൾ വീട്ടിൽ തന്നെ ചെയ്യുന്ന ഒരു കേക്കാണ് കേട്ടോ. നോക്കാം. തന്നിട്ടുണ്ടായിരുന്നു. താങ്ക് യു. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ പോയി കേക്ക് കട്ട് ചെയ്ത് കഴിക്കുന്നത് കാണിച്ചു തരാം. ദാറ്റ് ഈസ് മാത്യൂസ് കേക്ക്. Started crave, oh, I pray the Lord to free me. Falling for a love that anyway couldn't be. If you follow how. ഇതാണ് അക്ഷയുടെ കസിൻ. എന്റെ ബ്ലോഗിനെ കുറ്റം പറയുന്ന ആൾക്കാരാണ്. അപ്പൊ എല്ലാത്തിനും എക്സ്പോസ് ചെയ്തേക്കാം. ഞാൻ മാത്രമേ സപ്പോർട്ട് ചെയ്യാനുള്ളൂ. അതെ, സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ മാത്രം. അതെ, ആൻഡ് കണ്ടന്റ് ക്രിയേറ്റർ. കണ്ടന്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെയാണ് നാളെ അക്ഷയുടെ കല്യാണം നടക്കുന്നത്. ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ജോവലിൻ്റെയും കല്യാണം നടന്നത്. അന്ന് ഇത്രയും സെറ്റപ്പ് അല്ലായിരുന്നു. ഇതിൻ്റെ താഴത്തെ ഫ്ലോർ മാത്രമേ ഉള്ളൂ. അവിടെ വെച്ചായിരുന്നു ജോവലിൻ്റെ കല്യാണം. പിന്നെ ഇവിടെ ഞാനൊരു കല്യാണം കൂടിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു അക്ഷയുടെ ചേച്ചിയുടെ കല്യാണം ഇവിടെ വെച്ചിട്ടായിരുന്നു, ഷേർലിയുടെ കല്യാണം. അത് കൂടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടിന് ഏറ്റവും അടുത്തുള്ള ഓഡിറ്റോറിയം ഇതാണ്. പക്ഷേ എയർ കണ്ടീഷൻഡ് അല്ല. അതുകൊണ്ടാണ് എൻ്റെ കല്യാണം നമ്മൾ മറ്റേ സ്ഥലത്തേക്ക് മാറ്റിയില്ലായിരുന്നു. ഡെഫിനറ്റ്ലി ഈ പ്ലേസ് എടുക്കത്തുള്ളായിരുന്നു. അതുപോലെ തന്നെ സ്റ്റേജും കുറച്ച് ചെറുതാണ്, കുറച്ച് കൺജസ്റ്റഡ് സ്റ്റേജാണ്. അങ്ങനെ റിസപ്ഷൻ
സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. ഇന്നാണ് നമ്മൾ നമ്മുടെ മാത്യൂസ് കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ഇനി ബർത്ത്ഡേക്ക് ഇനിയിപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ 5 ദിവസം കൂടി ഉണ്ട്. അപ്പോൾ ഇന്നിപ്പം കട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ശരിക്കും ബർത്ത്ഡേയുടെ അന്ന് എല്ലാവരും വീട്ടിലുണ്ടാകത്തില്ല. അപ്പം ഇന്ന് എല്ലാവരും വീട്ടിലുള്ളതുകൊണ്ട് ഇന്ന് അഡ്വാൻസ് ആയിട്ട് കേക്ക് കട്ട് ചെയ്ത് ബർത്ത്ഡേ ആഘോഷിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ പൊതുവെ ബർത്ത്ഡേ അങ്ങനെ അത്ര വലിയ ആഘോഷിക്കുന്ന ആളൊന്നുമല്ല. കേക്ക് കട്ട് ചെയ്യും. അതും കേക്ക് കട്ട് ചെയ്യുന്നതും വെരി റീസെൻറ്റ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 3 ഇയേഴ്സ് ഓർ 4 ഇയേഴ്സ് അങ്ങനെ കേക്ക് നമ്മൾ കട്ട് ചെയ്തൊക്കെ ബർത്ത്ഡേ കളർഫുൾ ആക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ മാത്യൂസ് കേക്ക് കഴിക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെ മാത്യൂസ് കേക്ക് മേടിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്കും ഇത് കുറച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിവേ താഴെ എല്ലാവരും എനിക്കോട് വെയിറ്റ് ചെയ്യുകയാണ്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തപ്പം ഞാൻ വിളിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യട്ടെ. ജീസസ് മൈ സേവിയർ. വെയിറ്റ്. കിട്ടി. When we start to short, we start to crave. Oh, I pray the Lord to free me. I've fallen for a dead love that anyway couldn't be. Can search for the light that could just open my eyes. I know. Sixth floor. Happy birthday to you. Happy birthday, dear Daryl. Happy birthday to you. May the good God bless you. May the good God bless you. May the good God bless you. Happy birthday. ബോംബയ്ക്ക് കേൾക്കാനുള്ള ആഗ്രഹിച്ച സാധനം കിട്ടിയിട്ടുണ്ട്. നമസ്കാരം. എല്ലാം നീ കഴിച്ചിറക്കൊന്ന്. അവന്റെ കൂടെ വിളിച്ചു, അവനോട് കൊടുക്കട്ടെ. എനിക്ക് വേണ്ട വേണ്ട വേണ്ട. It's my cameraman. Come on. Sit. തീർന്നു. ഷെയ്ഖാൻ്റെ അങ്ങനെ കേക്ക് കട്ട് ചെയ്തു. ഷാരോൺ അവൻ്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ തിരിച്ചെത്തി. ടൈം ഇപ്പോൾ ഓൾമോസ്റ്റ് 11:30 കഴിഞ്ഞു. ആൻഡ് ഈ വീക്ക് ഫുൾ ഓഫീസിൽ പോകണം. ഈ വീക്കാണ് ഓഫീസിൽ പോകണം, സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ. ആൻഡ് കമ്മിങ് സാറ്റർഡേ ഇസ് മൈ ബർത്ത്ഡേ. അന്ന് വീട്ടിൽ എല്ലാവരും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് ഇന്ന് എല്ലാവരും ഉള്ള സമയത്ത് നമ്മൾ കേക്ക് കട്ട് ചെയ്ത്. 30th ബർത്ത്ഡേ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ 30th ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കറിയാം കുറച്ച് നമുക്ക് പ്രഷർ തരുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം പറയും നിനക്ക് 30 വയസ്സായി, നിനക്ക് ഭയങ്കര പ്രായമായി, എന്താ നമ്മുടെ ലൈഫ് മൊത്തത്തിൽ എന്തോ അവസാനിക്കാൻ പോകുന്ന രീതിക്ക് എല്ലാവരും പറയും. കുറച്ച് പേർക്ക് തമാശയ്ക്ക് പറയുന്നതായിരിക്കാം, എന്നാൽ കുറച്ച് ആൾക്കാർ അതിലെന്തോ സീരിയസ്നെസ് കണ്ടുകൊണ്ടുമാണ് പറയുന്നത്. പക്ഷേ നൗ ഐ എം ടേണിങ് 32 ആൻഡ് എനിക്ക് പേഴ്സണലി അങ്ങനെ 30 വയസ്സ് കഴിഞ്ഞുകൊണ്ട് ഞാനങ്ങ് ഭയങ്കര പടുകളവനായിരുന്നോ അല്ലെങ്കിൽ എനിക്കിനി എൻ്റെ ജീവിതത്തിലൊന്നും നേടാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആൻഡ് പേഴ്സണലി ഐ ഫീൽ ദാറ്റ് ഇറ്റ്സ് വെരി മച്ച് ഓക്കെ ടു സ്റ്റാർട്ട് a new career after 30. It's very much okay to start a family after 30 and it's very much okay to achieve the goals after 30. ചില ആൾക്കാർക്ക് അത് കുറച്ച് നേരത്തെ കിട്ടും, നമുക്ക് ചിലപ്പം 30 കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുക. ഈ 30 എന്നുള്ള ഒരു മൈൽ സ്റ്റോൺ കൊണ്ടുവച്ച് തന്നെ ഈ 30 ആകുന്ന ആൾക്കാരാണ്. നമ്മൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ളവരുടെ തലയിലേക്ക് ആ ഒരു നെഗറ്റീവ് കോൺസെപ്റ്റ് കുത്തി നിറയ്ക്കുന്നത്. 30 വയസ്സായാൽ നമുക്ക് നമ്മുടെ ലൈഫ് തീർന്നു, അല്ലെങ്കിൽ എനിക്കിനി എൻ്റെ കല്യാണം ഇനി നടക്കില്ല, 30 വയസ്സ് കഴിഞ്ഞാൽ എനിക്ക് നല്ല ജോലി കിട്ടില്ല, അതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ച കോൺസെപ്റ്റ് നമ്മൾ തന്നെ മറ്റുള്ളവരുടെ തലയിലേക്ക് കുത്തി നിറയ്ക്കുന്ന, അത് പിന്നെ നമ്മുടെ തലയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. സോ അതൊന്നും ഒട്ടും ബോദർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇഫ് യു ആർ ഹാപ്പി വിത്ത് വാട്ട് എവർ യു ഹാവ് അറ്റ് 30 ഇറ്റ്സ് വെരി മച്ച് ഓക്കെ. കാരണം
നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അതിനെക്കുറിച്ച് ഡീപ് തിങ്ക് ചെയ്യാൻ പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് 30 വയസ്സെന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല. എനിക്കിപ്പം എൻ്റെ 32ാമത്തെ ബർത്ത്ഡേ ആണ് ഈ വരുന്നത്. ഐ തിങ്ക് എൻ്റെ 32 വയസ്സിൽ അല്ലെങ്കിൽ 32 വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പം ഐ എം വെരി മച്ച് ഹാപ്പി വിത്ത് വാട്ട് എവർ ഐ ഹാവ്. ആൻഡ് ഇനി കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ടാവാം. അതൊക്കെ വി ഹാവ് ടൈം. നമ്മൾ എത്രത്തോളം കാലം ഈ ഭൂമിയിലുണ്ടോ, ആൻഡ് ഇഫ് യു ആർ ഹാപ്പി ദാറ്റ്സ് ഇനഫ്. അല്ലാണ്ട് 30 വയസ്സ് കഴിഞ്ഞോടി എല്ലാം തീർന്നു, ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ഒരു തെറ്റായ കോൺസെപ്റ്റ് മാത്രമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 30 വയസ്സാകുന്ന ആൾക്കാരെല്ലാം അതിനെക്കുറിച്ച് ഓർത്ത് ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു 30 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി നമ്മുടെ ഇന്നർ ചൈൽഡ് കുറച്ചുകൂടി അതൊക്കെ പുറത്തേക്ക് വരുന്നത് 30 വയസ്സ് കഴിയുമ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ മേ ബി അപ്പിയറൻസിൽ നമ്മൾ പ്രായമാകുന്നുണ്ടാക്കി. ഇപ്പോൾ എൻ്റെ മുടിയൊക്കെ മൊത്തം പോയി. ശരിക്കും പറഞ്ഞാൽ അപ്പിയറൻസിൽ നമ്മൾ വി മേ ലുക്ക് വെരി ഓൾഡ്, ബട്ട് നമ്മൾ ആ ഒരു സ്വഭാവത്തിലും കാര്യത്തിലൊന്നും ഒരിക്കലും നമ്മൾ ഒരു പ്രായമായ 90 വയസ്സുള്ള ആളുടെ രീതിക്കൊന്നും അല്ല ഡെഫിനറ്റ്ലി നമ്മൾ ബിഹേവ് ചെയ്യാം. പിന്നെ മെച്യൂരിറ്റി, നമുക്ക് നല്ലപോലെ ഒരു മെച്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ വരും. പിന്നെ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ നിൽക്കുവാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരാണ് പറയുന്നത് നമ്മൾ എത്രത്തോളം മെച്ചുവറാണ്, അല്ലെങ്കിൽ നമ്മുടെ സംസാരത്തിലൊക്കെ എത്രത്തോളം ആ ഒരു ഇതുണ്ടെന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒത്തിരി പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. എനിവേ ഈ 30 വയസ്സ് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല, അത്രേ എനിക്ക് പറയാനുള്ളൂ. ആൻഡ് ശരിക്കുള്ള ബർത്ത്ഡേ അന്ന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്, ഇഫ് സംതിങ് ഹാപ്പൻസ് ഐ വിൽ ഷോ ഇറ്റ് ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ഇനിയിപ്പോൾ പോയി കിടന്ന് ഉറങ്ങാനുള്ള ടൈമായി. ബൈബിളൊക്കെ വായിച്ച് പ്രാർത്ഥിച്ചിട്ട് കിടന്ന് ഉറങ്ങണം. അപ്പോൾ ഐ വിൽ സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. Until then.